ബാലൻ എന്ന മൂവി അനാവശ്യമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ടോ? നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സിനിമ ബോറടിച്ചെങ്കിലും ഒരു വിഭാഗം പ്രേക്ഷകർ, നിരൂപകരും ഈ പടത്തെ ആഘോഷമാക്കാൻ പ്രധാന കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഹീറോ. നായിക ഒരു മാലാഖയായ അമ്മയല്ല, തങ്ങളുടെ നിലനിൽപ്പിനായി ആളുകളെ ചതിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്ന അമ്മയും മകനുമാണ്. ഒരു അൺകൺവെൻഷണൽ സമീപനം സിനിമാ മേഖലയിൽ ട്രെൻഡായിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഡയലോഗ് കുറച്ചേ ഉള്ളൂ. ഷൈജു ഖാലിദിൻ്റെ ക്യാമറയും സുഷിൻ ഷ്യാമിൻ്റെ മ്യൂസിക്കും ഉപയോഗിച്ച് മൂഡ് ക്രിയേറ്റ് ചെയ്ത ഒരു മേക്കിംഗ് ശൈലിയാണ് ബാലൻ എന്ന മൂവിയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഫർസാന, കൊച്ചു പയ്യന്മാർ എന്നിവരുടെ പ്രകടനങ്ങളും ടൊവിനോ, ലാൽജുനു എന്നിവരുടെ അപ്രതീക്ഷിത റോളുകളും സിനിമയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. സമാനമായ ടെംപ്ലേറ്റിലുള്ള മലയാള സിനിമകളെക്കുറിച്ച് നോക്കാം. അതായത് മാതാപിതാക്കളും മക്കളും തങ്ങളുടെ ക്രൈം അല്ലെങ്കിൽ പഴയകാലം മറച്ചുവെച്ച് പുതിയൊരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ ഓടി നടക്കുന്നതും ഒടുവിൽ പിടിക്കപ്പെടുന്നതായും സമാന തീമുകൾ വന്നിട്ടുള്ള ചില സിനിമകളെന്ന് പറഞ്ഞാൽ ദൃശ്യത്തിൻ്റെ ഏകദേശം രൂപം ഇങ്ങനെയായിരിക്കും. അതായത് അതിനകത്ത് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഒരു സാധാരണക്കാരൻ പ്ലാൻ ചെയ്തിട്ട് വ്യാജ കഥകൾ ഉണ്ടാക്കുന്നത് പോലെ. അതുപോലെ ഈ സിനിമകൾക്ക് ഹിറ്റാവാൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്ന്, അതേപോലെ ക്രിസ്പായ തിരക്കഥയും പ്രേക്ഷകരെ ഒന്നടങ്കം ത്രില്ലടിപ്പിച്ച ക്ലൈമാക്സുമാണ് ഇത് ഹിറ്റാക്കിയത്. അതുപോലെ ട്രോമ നിറഞ്ഞ കുട്ടിക്കാലവും ഇരുണ്ട ഭൂതകാലവും ക്യാരക്ടറുകളുടെ മോറൽ ഗ്രീൻനെസ്സും കഥാപാത്രമാക്കിയിട്ടുള്ള ഇരട്ടയും തിയേറ്ററിൽ ഒരു വിഭാഗം ആളുകളെ കനത്ത ഡിപ്രഷൻ നൽകിയെങ്കിലും പ്രേമത്തിൻ്റെ ശക്തമായ ക്ലൈമാക്സ് കൊണ്ട് വൻ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമയാണ് ഇരട്ട. കോൾഡ് കേസ്, ഭ്രമരം പോലുള്ള സിനിമകൾ അത് യഥാർത്ഥ ഐഡൻറ്റിറ്റി ഒളിപ്പിച്ച് ജീവിക്കുന്നവരുടെ അവരുടെ പിന്നാലെയുള്ള അന്വേഷണങ്ങളുടെയും കഥയാണ്. എന്നാൽ ഭ്രമരം തിയേറ്ററിൽ മോഹൻലാലിൻ്റെ പ്രകടനം കൊണ്ട് ഹിറ്റായപ്പോൾ സമാനമായ തരം സ്ലോ റിലൈസ് ട്രീറ്റ്മെൻറ്റ് വന്ന പല സിനിമകളും തിയേറ്ററുകളിൽ റിലീസിന് ഫ്ലോപ്പായിട്ടുണ്ട്. കോൾഡ് കേസ് സിനിമ OTTയിലും ഒക്കെ അതിന് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതത്ര സക്സസ്ഫുൾ ആയിട്ടില്ലായിരുന്നു. ഇതൊക്കെ ടെംപ്ലേറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഒരു സിനിമ അമിതമായി ഹൈപ്പ് ചെയ്യപ്പെടുന്നത്? പ്രത്യേകിച്ച് ബാലൻ സിനിമയ്ക്കത് സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും മുൻകാല ഹിറ്റുകൾ അതിനൊരു ബ്രാൻഡ് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഫേക്ക് പോസിറ്റീവ് റിവ്യൂകൾ, ടീസറിലും ട്രെയിലറും യഥാർത്ഥ കഥ വെളിപ്പെടുത്താതെ കാട്ടുന്ന സസ്പെൻസ്, സംഗീത സംവിധായകൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കൊടുക്കുന്ന അമിത പ്രചാരം, അവാർഡ് സിനിമകളെയും ആർട്ട് സിനിമകളെയും ഗ്രാൻഡ് മാസ്റ്റർ പീസ് എന്ന് വിളിക്കുന്ന നിരൂപക ശൈലി, ഫാൻസ് ക്ലബ്ബുകളിലും സൈബർ അറ്റാക്കുകളും അനാവശ്യ പ്രമോഷനുകളും, കാസ്റ്റിങ്ങിലെ അപ്രതീക്ഷിത അതിഥി താരങ്ങൾ, ഇൻഫ്ലുവൻസർമാർ പണം വാങ്ങി ചെയ്യുന്ന പ്രൊമോഷൻ റീലുകൾ, ഫിലിം ഫെസ്റ്റിവലിൽ ലഭിക്കുന്ന ക്രിട്ടിക് പുരസ്കാരങ്ങളെ തിളക്കം, പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിൽ അവൻ സിനിമാ പ്രേമിയല്ല എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലെ എലൈറ്റിസം, അതുപോലെ പ്രേക്ഷകർക്ക് ബോറടിക്കാൻ കാരണമാകുന്ന പോയിന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമയ്ക്ക് പകരം അനാവശ്യമായി ഉപയോഗിക്കുന്ന സ്ലോ ബേൺ ട്രീറ്റ്മെൻറ്റ്, കഥാപാത്രങ്ങളോട് പ്രേക്ഷകന് ഒരു തരത്തിലുള്ള വൈകാരിക കണക്ഷൻ തോന്നിയിരിക്കുക, വ്യക്തമായ ഒരു ക്ലൈമാക്സോ റെസൊല്യൂഷനോ ഇല്ലാതെ കഥ നിർത്തുക, സംഭാഷണങ്ങൾ വളരെ കുറച്ച് ക്യാമറ ചലനങ്ങൾ മാത്രം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഗ്, ലോജിക്കില്ലാത്ത കഥാപാത്രങ്ങളുടെ പെരുമാറ്റങ്ങൾ, അനാവശ്യമായ കുത്തിനിറച്ച ഡാർക്ക് ഡിപ്രസീവ് അന്തരീക്ഷം, പ്രേക്ഷകൻ്റെ പ്രതീക്ഷകൾക്ക് ഒട്ടും ഒത്തുപോകാത്ത വഴിത്തിരിവുകൾ, മന്ദഗതിയിലുള്ള പേസിങ്, കഥയുടെ തുടക്കത്തിലുള്ള വേഗത പിന്നീട് നഷ്ടപ്പെടുന്നത്, അനാവശ്യമായ വലിയ ദൈർഘ്യം എടുക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെയാണ്. എന്നാൽ സാമ്യമുള്ള ഇതേ ടെംപ്ലേറ്റിൽ വരുന്ന മറ്റു സിനിമകളുടെ ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. ദൃശ്യം എന്ന സിനിമയ്ക്കകത്ത് ക്രൈം ഒളിപ്പിക്കുന്നതും അതുപോലെ ആ ഒരു തീം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായിട്ട് നമ്മുടെ തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. ഇരട്ട ട്രോമയും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തതുമായിട്ടുള്ള സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ശക്തമായ ക്ലൈമാക്സ് വഴി ബോക്സ് ഓഫീസിൽ പിടിച്ചു തന്നെയാണ്. മുന്നറിയിപ്പ് ഡാർക്ക് സ്വഭാവമുള്ള കേന്ദ്ര കഥാപാത്രമായിരുന്നു. അത് മമ്മൂക്കയുടെ പ്രകടനം കൊണ്ടത് ഏകദേശം ഹിറ്റ് സ്റ്റാർട്ടിൽ വന്നിട്ടുണ്ട്. നിഴൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഡാർക്ക് കുട്ടിയുടെ കാഴ്ചപ്പാട്, അഞ്ചാം പാതിര, ജോജി, കള, ചുരുളി, രൂപാന്തരം. സിനിമയിലെ ടെക്നിക്കൽ വശങ്ങൾ വേഴ്സസ് യഥാർത്ഥ കഥ. ഒന്നെന്ന് പറഞ്ഞാൽ ക്യാമറ വർക്ക് മികച്ചതാണെങ്കിലും കഥയില്ലെങ്കിൽ പടം ഫ്ലോപ്പാകും. അതുപോലെ തന്നെ കളർ ഗ്രേഡിങ് മാത്രം കൊണ്ട് സിനിമ മികച്ചതാവില്ല. BGM ഉപയോഗിച്ച് പേടിപ്പിക്കാനോ ത്രില്ലടിപ്പിക്കാനോ നോക്കിയാലും കോർ സ്റ്റോറി വേണം. എഡിറ്റിങ്ങിലെ തന്മയില്ലായ്മ പ്രേക്ഷകരെ മടുപ്പിക്കും. ആർട്ട് ഡയറക്ഷൻ എത്ര ഭംഗിയായാലും സംഭാഷണങ്ങൾ ശരിയായില്ലെങ്കിൽ സിനിമ പരാജയപ്പെടും.
സ്ലോ മോഷൻ ഷോട്ടുകളുടെ അമിത ഉപയോഗം, ഡാർക്ക് മോഡ് ഉണ്ടാക്കാൻ വെളിച്ചം കുറച്ച് ഷൂട്ട് ചെയ്യുന്നത് തിയേറ്ററിൽ കാഴ്ച മങ്ങിക്കും. അതേപോലെ റിയലിസ്റ്റിക് മേക്കപ്പ് മാത്രം കൊണ്ട് കഥാപാത്രം നന്നാകില്ല. സൗണ്ട് ഡിസൈൻ അമിതമായ തിയേറ്ററിൽ തലവേദനയാകും. വിഷ്വൽ കോൺസെപ്റ്റുകൾക്ക് നൽകുന്ന പ്രാധാന്യം തിരക്കഥയ്ക്ക് നൽകാതിരിക്കൽ. ബോക്സ് ഓഫീസ് യാഥാർത്ഥ്യങ്ങൾ. ആദ്യ ദിനം വലിയ കളക്ഷൻ ലഭിക്കുന്ന ഹൈപ്പ് കൊണ്ട് മാത്രമാണ്, വേർഡ് ഓഫ് മൗത്ത് അല്ല. ഒന്നാം വാരത്തിന് ശേഷം തിയേറ്ററിൽ ആളെത്തണമെങ്കിൽ സാധാരണ പ്രേക്ഷകന് ഇഷ്ടപ്പെടണം. മൾട്ടിപ്ലക്സ് ഓഡിയൻസ് ആഘോഷിക്കുന്ന പല സിനിമകളും സിംഗിൾ സ്ക്രീൻ ഫ്ലോപ്പാകുന്നുണ്ട്. ഫാമിലി ഓഡിയൻസ് വരാത്ത സിനിമകൾക്ക് നീണ്ട ആയുസ്സുണ്ടാവില്ല. യൂത്ത് ഓഡിയൻസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന തരംഗം എപ്പോഴും ടിക്കറ്റ് വിൽപ്പനയിലാവില്ല. റീവാച്ച്, അതായത് വീണ്ടും കാണാനുള്ള തോന്നൽ ഇല്ലാത്ത സിനിമകൾ പെട്ടെന്ന് മറക്കപ്പെടും. ക്രൈം, ഡാർക്ക് പടങ്ങൾ ഇന്ത്യയിൽ എന്നും പരിമിതമായ മാർക്കറ്റേ ഉള്ളൂ. പ്രൊമോഷൻ ചെലവാക്കുന്ന തുക പലപ്പോഴും സിനിമയുടെ കളക്ഷനേക്കാൾ കൂടുതലാകും. OTT അവകാശങ്ങൾ വിറ്റുപോയാലും തിയേറ്ററുകൾ നഷ്ടത്തിലായിരിക്കും. സ്റ്റാർ വാല്യൂ ഇല്ലാത്ത സിനിമകൾക്ക് പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് നിർബന്ധമാണ്. ബാലൻ്റെ മൂവിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ബഡ്ജറ്റ് 18 കോടിക്കും 28 കോടിക്കും ഇടയ്ക്കെന്നാണ് ഗൂഗിളിൽ നോക്കി പറയാൻ കഴിഞ്ഞത്. പക്ഷേ പടം വേൾഡ് വൈഡ് നേടിയത് 33 കോടി എന്നാണ് കാണിച്ചത്. തിയേറ്ററിൽ നിന്ന് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് പടം ഹിറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റല്ലെന്നാണ്. പ്രൊഡ്യൂസർ ലാഭമുള്ള പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. അമ്മ മകൻ ഡാർക്ക് ഡൈനാമിക് മലയാളത്തിൽ എങ്ങനെ വർക്കാവുന്നുണ്ടോ നമുക്ക് നോക്കാം. മലയാളത്തിൽ അമ്മ എന്നാൽ എപ്പോഴും സ്നേഹസ്വരൂപിണി എന്ന സ്റ്റീരിയോടൈപ്പ് ഉണ്ട്. ആ സ്റ്റീരിയോടൈപ്പ് നൽകുന്ന കഥാപാത്രങ്ങളെ മലയാളികൾ എളുപ്പത്തിൽ സ്വീകരിക്കില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള അമ്മമാർ മലയാളത്തിൽ അപൂർവമാണ്. കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നതും പ്രേക്ഷകർ അറപ്പുണ്ടാക്കും. കുട്ടിക്കാലത്ത് ട്രോമ പ്രമേയമാകുന്ന സിനിമകൾക്ക് അല്പം കനത്ത അന്തരീക്ഷമായിരിക്കും. സൈക്കോളജിക്കൽ ത്രില്ലുകൾ സാധാരണ കുടുംബ പ്രേക്ഷകർക്ക് ദഹിക്കില്ല. ഗ്രേ ഷെയ്ഡുള്ള കുട്ടികളുടെ കഥാപാത്രങ്ങൾ, അതായത് ഫ്ലോഡ് ചൈൽഡ് ക്യാരക്ടേഴ്സ്, അപകടകരമായ പരിരക്ഷമാണ്. രക്ഷിതാക്കളുടെ തെറ്റുകൾ മക്കളിലേക്ക് പകർന്നെത്തി. സ്നേഹവും സ്വാർത്ഥതയും തമ്മിലുള്ള അതിർവരമ്പ് കാണിക്കുന്ന സിനിമകൾ. ഇത്തരം പ്രമേയങ്ങൾ വൈകാരികമായി സന്തുലിതാവസ്ഥയാണ് ആവശ്യം. തിയേറ്ററിൽ സിനിമ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകുന്നതിൻ്റെ തത്വങ്ങളും നമുക്ക് നോക്കാം. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ. വിനോദം നൽകുന്ന സിനിമകൾ എപ്പോഴും ഹിറ്റായിരിക്കും. പ്രേക്ഷകനെ സ്വന്തം ജീവിതവുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. സിനിമയുടെ നിമിഷങ്ങൾ വേഗത്തിൽ കടന്നു പോകണം. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ തൃപ്തി തോന്നണം. സന്തോഷമോ സങ്കടമോ ആവേശമോ എന്തെങ്കിലും ഒരു വികാരം നൽകണം സിനിമ. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കഥകൾ ഫ്ലോപ്പാകും. ട്രെയിലറോടെ തെറ്റായ പ്രതീക്ഷ നൽകിയാൽ പടം എട്ടുനിൽപ്പൊട്ടും. ആകെ തുക ഇരുണ്ടതാണെങ്കിൽ പ്രേക്ഷകർ ഒഴിവാക്കും. ക്ലൈമാക്സ് മോശമായാൽ മുഴുവൻ സിനിമയും മോശമായി ചിത്രീകരിക്കപ്പെടും. ലൂപ്പ് ഹോളുകൾ അമിതമായാൽ ആളുകൾ തള്ളിക്കളയും. അതുപോലെ തന്നെയാണ് പ്രഡിക്ഷൻ വീഡിയോകൾ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ കൂട്ടുന്നു. ഫിലിം പേജുകൾ നൽകുന്ന റേറ്റിംഗും പലപ്പോഴും നിഷ്പക്ഷമല്ല. ഇൻസ്റ്റഗ്രാം എഡിറ്റുകളും റീലുകളും ഇല്ലാത്ത പ്രസക്തി ഉണ്ടാക്കുന്നു. തിയേറ്ററിൽ റെസ്പോൺസ് വീഡിയോകൾ പലപ്പോഴും സ്പോൺസർമാരായിരിക്കും. യൂട്യൂബ് റിവ്യൂമർ തങ്ങളുടെ റീച്ചിനായി സിനിമകളെ വാനോളം ഉയർത്തുന്നുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിക്കിപീഡിയയിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പോസിറ്റീവ് റേറ്റിംഗ് ഇടുന്നുണ്ട്. സിനിമയെ വിമർശിക്കുന്നവരെ സിനിമ മനസ്സിലാക്കാത്തവർ എന്ന് മുദ്രകുത്തുന്നു. PR വർക്കുകൾ ബോക്സ് ഓഫീസ് വിജയം ഉറപ്പാക്കില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള പെയ്ഡ് പ്രചാരണങ്ങൾ. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ OTT റിലീസിന് ശേഷം മാറും. സിനിമ കാണുന്ന പ്രേക്ഷകരുടെ മനഃശാസ്ത്രം എങ്ങനെയെന്ന് വെച്ചാൽ, ആളുകൾ തിയേറ്ററിൽ വരുന്നത് പ്രധാനമായും സങ്കടം മറന്ന് ആസ്വദിക്കാനാണ്. അമിതമായി ചിന്തിപ്പിക്കേണ്ടി വരുന്ന സിനിമകൾ സാധാരണക്കാരെ തളർത്തും. ടിക്കറ്റ് പൈസയ്ക്ക് അനുസരിച്ചുള്ള മൂല്യം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂട്ടത്തോടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആവേശം അത് പ്രധാനമാണ്. പേടിപ്പിക്കാനോ ഞെട്ടിക്കാനോ കഴിയാത്ത ത്രില്ലറുകൾ പരാജയപ്പെടും. ക്ലൈമാക്സിലെ സസ്പെൻസ് നേരത്തെ ഊഹിക്കാൻ കഴിഞ്ഞാൽ സിനിമ ഫ്ലോപ്പാകും. കഥാപാത്രങ്ങളുടെ വേദന പ്രേക്ഷകന് അനുഭവപ്പെടണം. സിനിമ നൽകുന്ന അനുഭവം വീട്ടിലിരുന്ന് കാണുന്നതിലും മികച്ചതായിരിക്കണം. കഥയിലെ നന്മയുടെ വിജയം കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. നിരാശ നൽകുന്ന ക്ലൈമാക്സുകൾ പൊതുവെ തള്ളപ്പെടും. ഇനി അന്തിമ നിഗമനം. ബാലൻ പോലുള്ള സിനിമകൾ ഒരു പരീക്ഷണ ചിത്രമാണ്. ഇത്തരം പരീക്ഷണങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിക്കണമെന്നില്ല. ഹൈപ്പ് കണ്ടു പോകുന്നവർ നിരാശപ്പെടാൻ സാധ്യത കൂടുതലാണ്. സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ ഏതൊരു പ്രേക്ഷകനും പൂർണ്ണ അവകാശമുണ്ട്. റിവ്യൂകൾ നോക്കാതെ സ്വന്തം അഭിരുചി അനുസരിച്ച് സിനിമ കാണുക. എല്ലാ നല്ല സിനിമകളും ഹിറ്റാകണമെന്നില്ല. എല്ലാ ഹിറ്റ് സിനിമകളും നല്ലതാകണമെന്നില്ല. കാലം കഴിയുമ്പോൾ ഇത്തരം സിനിമകളുടെ മൂല്യം മാറാം. ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമല്ല ഒരു സിനിമയുടെ ഗുണനിലവാരം. സിനിമയുടെ യഥാർത്ഥ വിജയം പ്രേക്ഷകൻ്റെ മനസ്സ് തൊടുമ്പോഴാണ്.
അനാവശ്യം ഹൈപ്പുകൾ ഒഴിവാക്കി സിനിമ കണ്ടാൽ ആസ്വാദനം കൂടുതൽ മികച്ചതായിരിക്കും. ഇത്രയും ഞാൻ പറയാൻ കാരണം, എനിക്ക് ഈ പടം കണ്ടപ്പോൾ ആദ്യം തൊട്ടേ ഒരു സ്ലോ പേസാണ് എനിക്ക് തോന്നിയത്. സിനിമ അവസാനത്തെ ഘട്ടത്തിലേക്ക് ക്ലൈമാക്സിൻ്റെ ആ ഒരു സസ്പെൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിലെത്തുന്നത് വരെ ഒരു മൂഡി ടൈപ്പായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാടിരുന്ന് ഡീറ്റെയിലിംഗ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ സ്പൂൺ ഫീഡിങ് ഒട്ടും അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാടിരുന്ന് ഗ്രഹിക്കേണ്ടി വരുന്നത് കുറച്ച് മാനസികമായിട്ട് തളർത്തുന്നൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് അത്ര വർക്കായില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ സിനിമയെ വാനോളം വാഴ്ത്തുമ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഇതേപോലെ അഭിപ്രായം ഉണ്ടെങ്കിലും എതിർ അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.